നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മാമ്പഴം. അതുപോലെ തന്നെയാണ് മാമ്പഴ പുളിശ്ശേരിയും. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും മാങ്ങ ഉണ്ടായിരിക്കും. മാങ്ങ ഇല്ലാത്ത വീടുകളൊക്കെ അപൂർവമായിരിക്കും. അപ്പോൾ മാങ്ങ പറിച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്കിതാ നല്ല നാടൻ നാട്ടുമാങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ. ആദ്യം നമുക്ക് ഇത് നന്നാക്കി ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. പിന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതായത് എൻ്റെ ചട്ടി പുതിയതാണ്, അതിൻ്റെ അടിയിലൊക്കെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മാങ്ങകളെല്ലാം ഒന്ന് തോലൊക്കെ പൊളിച്ചിട്ട് എടുക്കാം. നല്ല പഴുത്തിട്ടുണ്ട്. ഞാനിത് എല്ലാ മാങ്ങൻ്റെയും തോലൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒരു 4 വര വരഞ്ഞാൽ മതി. കാരണം നമുക്ക് എരിവൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് മെല്ലെ ഒന്ന് ഇങ്ങനെ വരിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഞാനിതിലേക്ക് മുളക് ആഡ് ചെയ്യാൻ പോവാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് പഴുത്തത് എടുത്തിട്ടുണ്ട്, ഒന്ന് പച്ച എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എരിവ് കുറവുള്ള മുളകാണ്. അപ്പോൾ ഒരു 1/4 സ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മധുരത്തിന് 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി മാങ്ങയ്ക്ക് നല്ല മധുരമാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊരു മധുരം കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചട്ടി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതിയോ. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കുക. ഗ്യാസ് ഇതാ കത്തിച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതിയോ. കറി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 കപ്പ് ഉണ്ടാവേ. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ എരിവ് കുറഞ്ഞൊരു പച്ചമുളകും കൂടെ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തേങ്ങൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിത് നന്നാക്കി അരച്ചു കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് ഇതാ മാങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. മാങ്ങ ഉടയാണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവർ വെള്ളം വേണ്ട, കുറച്ച് ഒരു കുറുകിയ ടൈപ്പ് ആകുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കറിയെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓൾറെഡി നമ്മളൊരു സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്കനുസരിച്ച് വീണ്ടും കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കുക. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കറി ഒന്ന് വറവിട്ടെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
പാന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അന്നേരം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നാടൻ കറി ഉണ്ടാക്കാൻ നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. ഞാനൊരു സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ഉലുവയാണ്. ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം ഞാനൊരു 3 വറ്റൽമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വറ്റൽമുളക് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി വെച്ച് അതിന് ശേഷം ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ലൊരു കളർഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നേരിട്ടത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, പാത്രത്തിലത്തെ കടുകൊക്കെ നന്നാക്കി വടിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമ്മൾ പാത്രമൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയിൽ വറവിട്ട ഉലുവയും മുളകും എല്ലാം കറിയിലൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചത്തേക്കുള്ള ചോറൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കറി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത്രയും മതി. ഇനി നമുക്ക് മാങ്ങയോട് കൂടി തന്നെ കുറച്ച് ചാറ് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി സ്മെല്ലാണ്. എന്നിട്ട് കുറച്ച് തോനെ കറി വയ്ക്കുക. മിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട് തോനെ കറി വെച്ച് കൂട്ടുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന്. ഓക്കെ, ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. ഓവർ മധുരമില്ല, എന്നാലൊരു മീഡിയം മധുരമുണ്ട്. ഇനി കോമ്പിനേഷനായി എടുത്തിട്ടുള്ളത് പപ്പടം ഉണ്ട്, പയർ തോരനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ. ആദ്യം ഇതാ മാങ്ങ വന്ന് കുറച്ചിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു പീസ് പപ്പടം, കുറച്ച് പയറും, എന്നിട്ട് നന്നാക്കി ഇങ്ങനെ മിക്സ് ചെയ്യട്ടോ. ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോണ്ടല്ലോ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടല്ലേ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു.